ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 32 ശ്ലോകം 10. ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം. പ്രളയം വന്നു. ഭൂമിദേവി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തോണിയായി വന്നു സപ്തർഷിമാരെയും രാജഋഷിയായിട്ടുള്ള സത്യവ്രതനെയും രക്ഷിച്ചു. ഭഗവാൻ ആ സമയത്ത് സ്വർണവർണ്ണമായതും ഉജ്ജ്വലമായ കാന്തിയോടുകൂടിയതും ഒറ്റക്കൊമ്പുള്ളതും ആയ ഒരു കൂറ്റൻ മത്സ്യമായി തോണിക്ക് സമീപമെത്തി. വലിയ കാറ്റത്തും മഴയത്തും വെള്ളപ്പാച്ചിലിലും ആടി ഉലയുന്ന തോണിയെ തൻ്റെ ഉയർന്ന കൊമ്പുമായി ബന്ധിക്കാൻ ആ സമയത്ത് അവിടെ വാസുകി എത്തുകയും ചെയ്തു. എല്ലാം ഭഗവാന്റെ നിശ്ചയം തന്നെ. അങ്ങനെ ആ തോണിയും മത്സ്യവും കൂടി വാസുകിയും കൂടി എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചുറ്റി ചുറ്റി സഞ്ചരിച്ചു. സകല ലോകങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഭഗവാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് സത്യവ്രത മഹാരാജാവ് ഗംഭീരമായിട്ട് ഭഗവാനെ സ്തുതിച്ചു. അതിനുശേഷം ഭഗവാനോട് തൻ്റെ സകല സംശയങ്ങളും ചോദിക്കുകയും ഭഗവാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അത് ഇവിടെ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല, ഭാഗവതത്തിലും പറഞ്ഞിട്ടില്ല. കാരണം അത്രയും വിസ്താരമുള്ളതാണത്. അതിനുവേണ്ടി വേദവ്യാസ മഹർഷി ഒരു പുരാണം തന്നെ രചിക്കുകയാണ് ഉണ്ടായത്. അത് മത്സ്യപുരാണം എന്നറിയപ്പെടുന്നു. എന്നാൽ ഈ ചോദ്യങ്ങളിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഉത്തരം. ഗുരു ആരാണ്? അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ഉത്തമ ഗുരു ഭഗവാൻ തന്നെയാണ്. എപ്പോഴും നമുക്ക് ധ്യാനത്തിലൂടെ ഭഗവാൻ തന്നെ ജ്ഞാനം തരുന്നതാണ്. ഒരു ലൗകിക ഗുരുവിനെ തേടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നടന്നിട്ട് ഉത്തമ ഗുരുവിനെ കിട്ടുകയാണെങ്കിൽ വിഷമമൊന്നുമില്ല. ഇനി നമുക്ക് ശ്ലോകം നോക്കാം. സ്വതുംഗശൃംഗ ക്ഷതവൽ വക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രഭഞ്ജനാകാരപദേ പ്രപായ. അർത്ഥം: സ്വതുംഗ ശൃംഗ ക്ഷത വക്ഷസം. എല്ലാ കാര്യവും അതിൽ പറഞ്ഞു. ഉയർന്നു നിൽക്കുന്ന ഭഗവാനെ അവിടത്തെ കൊമ്പുകൊണ്ട് കീറി മുറിച്ച വക്ഷസം, ക്ഷതപ്പെടുത്തിയ മാറിടത്തോടു കൂടിയ തം ദൈത്യം, ആ ഹയഗ്രീവൻ എന്ന അസുരനെ നിപാത്യ കൊന്നു വീഴ്ത്തിയിട്ട്, നിഗമാൻ ഗൃഹീത്വ വേദങ്ങളെ വീണ്ടെടുത്തിട്ട്, പ്രീതിഹൃദയെ ബ്രഹ്മാവിനെ, സന്തോഷമായ ഹൃദയത്തോടു കൂടിയിരിക്കുന്ന ബ്രഹ്മാവിനെ, വിരിഞ്ചയെ ദദാന ദാനം നൽകിയ അങ്ങ്, ത്വം പ്രപായ എന്നെയും രക്ഷിക്കണേ, ഞാനും അങ്ങയുടെ ഭക്തൻ തന്നെയല്ലേ. നരസിംഹമൂർത്തിയായി ഹിരണ്യാക്ഷനെ വക്ഷസ് പിളർന്ന് കൊന്നതുപോലെ, അത് നഖങ്ങൾ കൊണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഹയഗ്രീവമൂർത്തിയായി വന്ന് ഹയഗ്രീവൻ എന്ന അസുരനെ വധിച്ചത്. ഹയഗ്രീവമൂർത്തി എന്ന് പറയാൻ കാരണം മത്സ്യം തന്നെ ആയിരുന്നു, മത്സ്യമൂർത്തി തന്നെ ആയിരുന്നു. പക്ഷേ ആ കടലിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഭഗവാന്റെ ശിരസ് കുതിരയുടെ പോലെ ആയി എന്നാണ് പറയുന്നത്. അങ്ങനെ അതാണ് ഹയഗ്രീവൻ എന്ന ഭഗവാനും ഹയഗ്രീവൻ എന്ന അസുരനും അങ്ങനെ വധിക്കുകയാണ് ചെയ്തത്. അതും മാറ് പിളർന്നുകൊണ്ട് തന്നെ ഭഗവാന്റെ കൊമ്പ് കൊണ്ട് അങ്ങനെ കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ മഹാരാജാക്കന്മാരായ മഹാബലിയെയും സത്യവ്രതനെയും അനുഗ്രഹിച്ച കഥകളാണ് ഇവിടെ പറഞ്ഞത്. എന്തിനാണ് ഹയഗ്രീവൻ എന്ന അസുരൻ വേദം അപഹരിച്ചത്? ലോകത്തിൽ നിന്നും സത്യവും ധർമ്മവും ഭക്തിയും വിശ്വാസവും സദ്ഗുണങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ, അസുരഗുണങ്ങളായിട്ടുള്ള നിദ്ര, ആലസ്യം, തെറ്റ് ചെയ്യൽ, അതുപോലെ തന്നെ അധർമ്മങ്ങൾ, കാമം, ക്രോധം, അതൊക്കെ അറിയണം. ഈ നന്മ ഉള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അതിനൊക്കെ വഴികാട്ടുന്നതാണ് വേദം. ആ വേദങ്ങളെ നശിപ്പിച്ചാൽ പിന്നെ ആസുരശക്തിക്കായിരിക്കും ജയം. ഇതുകൊണ്ടാണ് ലോകം നശിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും അസുരന്മാർ ശ്രമിക്കുന്നത്. ഭഗവാനോ ആ അധർമ്മത്തിനെ എതിർത്ത് സജ്ജന സംരക്ഷണത്തിനാണ്.
ഭഗവാന്റെ ഓരോ അവതാരങ്ങളും അതിന് തന്നെയാണ്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുള്ള ആ ശ്ലോകം വളരെ പ്രസിദ്ധമാണല്ലോ. ഭക്തന്മാരെ രക്ഷിക്കാൻ ഭഗവാൻ ഇന്ന രൂപം എന്നൊന്നുമില്ല, അസംഖ്യേയോ അവതാരം എന്നാണ്. ഏത് രൂപത്തിലും ഭഗവാൻ വരും സജ്ജനങ്ങളെയും നല്ല ധർമ്മത്തെയും രക്ഷിക്കാനായിട്ട്. അത് ഇവിടെ മത്സ്യമായി, മുൻപ് കൂർമ്മമായി, നരസിംഹമായി, അങ്ങനെ നമുക്ക് പല അവതാരങ്ങളിലും പ്രധാനപ്പെട്ട 10 ഇവിടെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ കലിയുഗത്തിൽ അങ്ങനെ അസുരൻ വേറെ ദേവൻ വേറെ എന്നൊന്നുമില്ല. ഒരാളിൽ തന്നെ ദേവാസുരഭാവങ്ങൾ കാണുകയാണ്. നമ്മളുടെ മനസ്സിൽ എപ്പോഴാണോ കാമക്രോധ മത മത്സര രാഗദ്വേഷാദികളൊക്കെ അധികമാവുന്നത്, അപ്പോൾ നാം തന്നെ അസുരന്മാരാവും. ഭഗവാൻ വിവേകം തന്നിട്ടുള്ളത് തിര്യക്കുകൾക്കോ പക്ഷി മൃഗാദികൾക്കോ ഒന്നുമല്ല, മനുഷ്യന് മാത്രമാണ്. ആ വിവേകമാകുന്ന ദൈവീകമായിട്ടുള്ള ശക്തിയെ ഉണർത്തി ആസുര ഗുണങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം. ഗജേന്ദ്രസ്തുതിയിലും ആ ആന അല്ലേ, എന്നാലും ആന പറഞ്ഞത് എന്താ? നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്നാണ്. അപ്പോൾ ഭഗവാൻ തന്നെ നമ്മളുടെ ഗുരുവായിട്ടുള്ളപ്പോൾ എനിക്കൊരു ഗുരു ഇല്ലല്ലോ എന്ന് നമ്മൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഭഗവത്ഗീത ഉണ്ടല്ലോ, പാർത്ഥസാരഥിയായിട്ട് അർജുനനെ നിമിത്തമാക്കിയിട്ട് ഭഗവാൻ നമുക്കെല്ലാവർക്കും തന്നെയാണ് എല്ലാ ഉപദേശവും അതിലുള്ളത് തന്നെയാണ്. ഈ ഭാഗവതത്തിലും അതെ, മഹാപുരാണമായിട്ടുള്ള ഭാഗവതത്തിലും ഉടനീളം കാണുന്ന സ്തുതികളിലായാലും തത്വങ്ങളിലായാലും ഭഗവാനോട് നമ്മളെ അടുപ്പിക്കാൻ, നമ്മളുടെ ജീവിത ലക്ഷ്യം നേടാനുള്ള കാര്യങ്ങളാണ്, തത്വങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് വെറുതെ വായിച്ചു പോവാതെ ജീവിതത്തിൽ പകർത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെടും. സത്യവ്രത സ്തുതിയിലെ ഒരു ശ്ലോകം കൂടി പറയാം. ജനോ അബുധോയം നിജകർമ്മബന്ധന സുഖേച്ഛയാ കർമ്മ സമീഹതേ അസുഖം യൽ സേവയാ താം മിഥുനോദ്യ സന്മതിം ഗ്രന്ഥിം സഭിന്ദ്യാത് ഹൃദയം സനോ ഗുരു. ഭഗവാനെ, ഈ ലോകത്തിലെ അബുധന്മാരായിട്ടുള്ള, ബോധമില്ലാത്ത, വിവരമില്ലാത്ത അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ ഇടയിൽ പെട്ടിട്ടുള്ള മനുഷ്യന്മാരെ നിജകർമ്മബന്ധന, സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് മാത്രമാണ് ബന്ധിക്കപ്പെടുന്നത്. ഓരോരുത്തരും സുഖേച്ഛയാ കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് തന്നെ സുഖ ഇച്ഛയ്ക്ക് വേണ്ടിയിട്ടാണ്, സുഖം ലഭിക്കും എന്ന് കരുതിയിട്ടാണ്. പക്ഷേ സമീഹതേ അസുഖമാണ്, ദുഃഖമാണ് അതിൻ്റെ ഫലമായിട്ട് വരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് യൽ സേവയാ, ആ ഭഗവാന്റെ സേവ, ഭക്തി ഉണ്ടാവുക. താം വിധുനോതി അസന്മതിം, അസത്തായ ബുദ്ധിയെ അത് മാത്രമാണ് നശിപ്പിക്കുക. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഉയർന്ന നിലയിലേക്ക് എത്തിക്കൊള്ളും. ഗ്രന്ഥിം സബിന്ദ്യാത് ഹൃദയം, ഹൃദയത്തിൽ അനേകം ഗ്രന്ഥികൾ നമ്മൾ തന്നെ ഇട്ട് വെച്ചേക്കാണ്. ആൾക്കാരോടുള്ള ഇഷ്ടം, പണത്തിനോടുള്ള ഇഷ്ടം, അങ്ങനെ പല പല തരത്തിലുള്ള നമ്മളോട് തന്നെയുള്ള ഇഷ്ടമൊക്കെ, ആ ഗ്രന്ഥികളെയൊക്കെ ഭിന്ദ്യാത്, ഭേദിപ്പിക്കുന്ന, ഭേദിച്ച് കളയുന്ന, നമ്മളെ സ്വതന്ത്രരാക്കുന്ന, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിമോചിപ്പിക്കുന്ന ആ ഭഗവാൻ തന്നെയാകണം എൻ്റെ ഗുരു, ഞങ്ങളുടെയൊക്കെ ഗുരു എന്നാണ് പറയുന്നത്. രാമായണത്തിലെയും ഒന്നാമത്തെ നിലയിലുള്ള ശ്ലോകങ്ങളിലൊന്നാണ് നിത്യവും ചെയ്യുന്ന കർമ്മങ്ങൾ തൻ ഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. അല്ലാതെ വേണ്ടത്ര ജ്ഞാനമില്ലാതെ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ അറിവില്ലാത്ത ഗുരുക്കന്മാർ പറയണത് കേട്ട് ജീവിക്കുമ്പോൾ അന്ധനാൽ നയിക്കപ്പെടുന്ന അന്ധനെപ്പോലെ ഭഗവാന്റെ കൃപ പോലും ലഭിക്കാതെ ഘോരമായ അന്ധകാരത്തിൽ പതിച്ചേക്കും. അതുകൊണ്ട് പരമസുഹൃത്തായും ഏറ്റവും എല്ലാവരുടെയും പ്രിയനായിട്ടും സകല ജീവികളുടെയും ആത്മാവായിട്ടും
ഒട്ടും ദൂരെയല്ലാതെ ഹൃദയത്തിൽ, ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനായിട്ടും ഉള്ള ഭഗവാൻ നമ്മളുടെ ഗുരുവായിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പരമഗുരുവായിട്ടുള്ള ആ ഭഗവാനെ ശരണം പ്രാപിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ആത്മതത്വം പ്രകാശിക്കുക തന്നെ ചെയ്യും. അത്രയും ആണ് ഈ ഭഗവാനോടുള്ള സത്യവ്രത മഹാരാജാവിൻ്റെ സ്തുതിയിൽ പറയുന്നത്. അവസാനത്തെ ശ്ലോകം, 10ാമത്തെ ശ്ലോകം ഒന്നും കൂടി നോക്കാം. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രഭഞ്ജനാകാരപദേ പ്രപായ. അങ്ങനെയൊക്കെ ലീലകൾ കാണിച്ച ഗുരുവായൂരപ്പ ഭഗവാനെ